ആരോട് പറയരുത്, ഞങ്ങൾ ഇവിടെ ഒരു കള്ളക്കടത്ത് നടത്താൻ പോവാണ്. അതും ഹീറോ ഹോണ്ട ബൈക്കും ഒക്കെ ആയിട്ടാണ് വന്നേക്കുന്നത്. ഞങ്ങൾക്കൊരു 10 സെന്റ് സ്ഥലമുണ്ട്. അപ്പന്റെ മേൽനോട്ടത്തിൽ ഇവിടെ ഇല്ലാത്ത സാധനങ്ങളൊന്നും തന്നെയില്ല. ഒരു വീട്ടിലേക്കല്ല, 2-3 വീട്ടിലേക്കുള്ള എല്ലാവിധ പച്ചക്കറികളും ഉണ്ട്. കുഞ്ഞൻ ഓറഞ്ച് കണ്ടില്ലേ, അതുപോലെ തന്നെ ഹൈബ്രിഡ് ആയിട്ടുള്ള ചക്ക, മാവ്, ഇതുപോലെ തന്നെ കുഞ്ഞി തക്കാളികള്. ഇതിങ്ങനെ തക്കാളിയൊക്കെ കയ്യിൽ ഇങ്ങനെ തന്നപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടോ. നമ്മൾ ഈ വിഷടിക്കാത്ത സാധനങ്ങളൊക്കെ നേരിട്ട് കാണാന്ന് പറയുന്നത് തന്നെ ഇപ്പൊ വലിയ പാടാണ്. അപ്പൊ നമ്മുടെ സ്വന്തമായിട്ടുള്ള പറമ്പിലൊക്കെ ഇത് ഉണ്ടാക്കി അത് വിളഞ്ഞ് നമ്മുടെ കയ്യിലോട്ട് കിട്ടുമ്പോൾ ഉള്ളൊരു സന്തോഷം അത് വേറെ തന്നെയാണ്. വാഴക്കണ്ണൊക്കെ നടാനായിട്ട് ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. കയ്യിൽ കിട്ടിയ തക്കാളി ഞാൻ ഇതുപോലെ ഒന്ന് ടേസ്റ്റ് ഒക്കെ ചെയ്ത് നോക്കി. എനിക്ക് കൗതുക ലേശം കൂടുതലാണ്. നല്ല ടേസ്റ്റ് കേട്ടോ, കൊള്ളാം പരിപാടി. പിന്നെ ഈ തവണ നമ്മൾ വന്നപ്പോ മെയിൻ ആയിട്ടുള്ളത് പപ്പായയാണ്. അതായത് ഇവിടെ ഞങ്ങൾക്ക് ഇവിടെ ഇത് കപ്പങ്ങയാണ്. ഓരോ നാട്ടിലും ഓരോ പോലെയാണ്. പിന്നെ കറിനാരങ്ങ ഉണ്ട് കേട്ടോ. ഇത് ബബ്ലൂസ് നാരങ്ങയല്ല, നമ്മൾ ഈ അച്ചാറൊക്കെ ഇടുന്ന സൈസ് നാരങ്ങയില്ലേ, ഇത് പഴുത്ത് നല്ല യെല്ലോ കളറിൽ വരും. നല്ല ടേസ്റ്റ് ആണ് അച്ചാറൊക്കെ ഇടാനായിട്ട്. മറ്റൊരു സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ 110 കട ചേനയാണ് ഇത്തവണ നട്ടേക്കുന്നത്. നട്ടിട്ട് കുറച്ച് ദിവസമായുള്ള ഒന്നും കാണാനില്ല. പിന്നെ ഞങ്ങൾ കുറച്ച് വർത്താനവും നാട്ടുവിശേഷമൊക്കെ പറഞ്ഞ് ഇങ്ങനെ നിന്നു. നമുക്ക് വെള്ളവും കാര്യങ്ങളൊക്കെ ഒരു മോട്ടർ വെച്ചിട്ടുണ്ട്. പിന്നെ സൈഡിലായിട്ട് ഒരു കുഞ്ഞി കിണറുണ്ട്. കിണറ്റിൽ നിന്നുള്ള വെള്ളമാണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ കനാൽ വെള്ളം വരുമ്പോൾ നമുക്ക് ഇതുപോലെ തിരിച്ച് പറമ്പിലേക്ക് വിടാനും പറ്റും. ഇടവേളകൾ ആനന്ദകരമാക്കാനായിട്ട് എൻ്റെ അപ്പന്റെ മെയിൻ സ്പോട്ട് എന്ന് പറയുന്നത് ഈ ഒരു പറമ്പും തോട്ടവും ഇവിടുത്തെ പച്ചക്കറികളാണ്. നമുക്കിതിൽ നിന്നും വരുമാനവും നല്ല ഓർഗാനിക് സാധനങ്ങൾ കിട്ടും എന്നതിലുപരി മാനസികമായിട്ടുള്ള ഒരു ഉല്ലാസവും സന്തോഷം കിട്ടും എന്നാണ് എൻ്റെ അപ്പം പറയണത്. റംബൂട്ടാനൊക്കെ ഇത്തവണ പൂത്ത് നിൽക്കുന്നുണ്ട്. എന്തായാലേ, എന്റെ വീട്ടിൽ വരുമ്പോൾ ഇൻസ്പെക്ഷൻ വന്ന പോലെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വരും. വരുന്നത് ഇത് കാണാൻ മാത്രമല്ല കേട്ടോ, ഇവിടെ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ അടിച്ചുകൊണ്ട് പോകാൻ വേണ്ടിയിട്ടാണ്. കൈ കിട്ടിയ സംഭവങ്ങളൊക്കെ ഇതുപോലെ ഒരു കുഞ്ഞു കവറിലാക്കി. ഇത് കണ്ടോ, ഉണ്ടമുളകാണ്. അത്യാവശ്യം നല്ല എരിവൊക്കെ ഉണ്ട് കേട്ടോ. ഇതുപോലെ മുളകും നമ്മുടെ തക്കാളിയും പപ്പായയും എല്ലാ സാധനങ്ങളും അടിച്ചു മാറ്റിയോട്ട് പോവുക എന്നുള്ളതാണ്. പിന്നെ എനിക്ക് മെയിനായിട്ട് വേണ്ടത് ഇതൊന്നല്ല കേട്ടോ, നല്ല ഓർഗാനിക് ആയിട്ടുള്ള നാടൻ വേപ്പില. ഈ തമിഴ്നാട് വേപ്പില എന്നിട്ട് കറിക്ക് അത്ര ടേസ്റ്റ് ഇല്ലെന്നേ. അപ്പൊ ഇവിടെ നിന്ന് അടിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ കാര്യങ്ങൾ നടക്കുമല്ലോ. സാധനങ്ങളൊക്കെ എന്തായാലും കയ്യിൽ കിട്ടി. നമ്മളപ്പോ മഴയൊക്കെ വന്നതുകൊണ്ട് പതിക്കെ സ്കൂട്ടാവുകയാണ്. അപ്പൊ ഇന്നത്തെ പരിപാടി ഇവിടെ കഴിഞ്ഞു. പണ്ട് സ്കൂളിലൊക്കെ അപ്പന്റെ പിന്നാലിരുന്ന് പോയ പോലെ ഞാൻ വീണ്ടും പോവാണ് കേട്ടോ. ബൈ.